അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തസ്കിയ തജ്വീദ് ക്ലാസ് 14-ാം ഭാഗം. പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അല്ലാഹു എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിനെ കുറിച്ച്. വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലാഹു എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിന് രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് തഫ്ഖീം, രണ്ട് തർഖീഖ്. തഫ്ഖീം എന്ന് പറയുന്നത് നാം സാധാരണ രീതിയിൽ ഓതുന്ന അല്ലാഹ് എന്നുള്ള ഇസ്മിന് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ ഫത്ഹ ആണെങ്കിൽ തഫ്ഖീം ചെയ്യും, കെസ്റ ആണെങ്കിൽ തർഖീഖ് ചെയ്യും. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നും കൂടി പറയാം. അല്ലാഹ് എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഖീം ചെയ്യും, കെസ്റ ആണെങ്കിൽ തർഖീഖ് ചെയ്യും. ഉദാഹരണം നോക്കുക. നസ്റുല്ലാഹ്. നസ്റു, റായിന് മുമ്പ് റായിന് ലമ്മാണുള്ളത്, അതായത് അല്ലാഹു എന്നുള്ള ഇസ്മിന് മുമ്പ് റാ ആണ്. റായിന് ലമ്മാണുള്ളത്. അതുകൊണ്ട് ഇവിടെ തഫ്ഖീം അല്ലാഹ് എന്നുള്ള ഉച്ചാരണം വരും. നസ്റുല്ലാഹ്. ഇനി ഫത്ഹ കൊണ്ട് ഹുവല്ലാഹ്. വീണ്ടും ലമ്മ കൊണ്ട് റസൂലുല്ലാഹ്. ഫത്ഹ കൊണ്ട് ഖതമല്ലാഹ്. ഇല്ലല്ലാഹ്. അലല്ലാഹ്. റളിയല്ലാഹ്. ഫത്ഹോ ലമ്മോ ആണെങ്കിൽ അല്ലാഹ് എന്നുള്ള തഫ്ഖീമിന്റെ ഉച്ചാരണം വരും. ഇനി തർഖീഖ് ചെയ്യേണ്ടത് അല്ലാഹ് എന്നുള്ള ഇസ്മിന് മുമ്പ് കെസ്റ ആണെങ്കിൽ നോക്കുക. ബിസ്മില്ലാഹ്. നേരത്തെ നമ്മൾ അല്ലാഹ് എന്ന് ഉച്ചരിച്ചു, ഇത് ഇല്ല. ബിസ്മില്ലാഹി. അല്ലാഹ് എന്നുള്ള ഇസ്മിന് മുമ്പ് കെസ്റ ആകുമ്പോൾ തർഖീഖ് ചെയ്യുന്ന രൂപമാണത്. അടുത്തത് ഫില്ലാഹ്. ഫില്ലാഹ് എന്ന് പറയരുത്, ഫില്ലാഹ്. മിൻ ഇൻദില്ലാഹ്. ഇൻദില്ലാഹ് എന്ന് പറയരുത്, ഇൻദില്ലാഹ്. അൽഹംദുലില്ലാഹ്. ലി, അല്ലാഹുവിന് മുമ്പ് കെസ്റ ആയതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ബിആയാതില്ലാഹ്. ഇല്ലാഹ്. ബിആയാതില്ലാഹ്. അഊദു ബില്ലാഹ്. ബില്ലാഹ്. ബില്ലാഹ് എന്ന് പറയരുത്, അഊദു ബില്ലാഹ്. ഖുലില്ലാഹ്. ഖുലില്ലാഹ്. അല്ലാഹു എന്നുള്ള ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഖീം ചെയ്യണം, അതായത് അല്ലാഹ് എന്നുള്ള ഉച്ചാരണം വരണം. കെസ്റ ആണെങ്കിൽ അല്ലാഹ് എന്നുള്ള ഇസ്മിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ ആണെങ്കിൽ തർഖീഖ് ചെയ്യണം. അത് ഇല്ല എന്നുള്ള ഉച്ചാരണം വരിക, അല്ല എന്നുള്ള ഉച്ചാരണം ബിസ്മില്ലാഹ് പോലെ. ഉദാഹരണങ്ങൾ ആവർത്തിച്ച് ഓതി പരിശീലിക്കുക. അല്ലാഹു വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.